തിരുമേനി നമസ്കാരം. അഭിമന്യ കുറിയാക്കോസ് മാർ ക്ലീമീസ് മെത്രാപ്പൊലീത്ത മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ വലിയ മെത്രാപ്പൊലീത്ത എന്ന അഭിധാനത്തിലേക്ക് ഉയർത്തപ്പെട്ടു. ദീർഘകാലം മെത്രാപ്പൊലീത്തയായി സുൽത്താൻ ബത്തേരി തുമ്പമൺ ഭദ്രാസനങ്ങളെ നയിച്ചു. ഒരു അധ്യാപകനായിട്ട് തൻ്റെ ശുശ്രൂഷ സമാരംഭിച്ചു. ഈ രണ്ടനുഭവങ്ങളെ തിരുമേനി എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഒരു അധ്യാപകൻ എന്ന നിലയിലും ഒരു മെത്രാപ്പൊലീത്ത എന്നുള്ള നിലയിലും. ഞാൻ പത്തനംതിട്ട ബേസിൽ ദേറായിൽ 1958 ഭാഗ്യസ്മരണാർഹനായ ദാനിയേൽ മാർ പീലക്സിനോസ് തിരുമേനി ആവശ്യപ്പെട്ടതനുസരിച്ച് ഷമ്മാസനായി പോയി താമസിച്ചതാണ്. തിരുമനസ്സുകൊണ്ട് എന്നെ ആ വർഷം തന്നെ കോളേജിൽ പഠിക്കുവാനായിട്ട് അനുവദിച്ചു. 1958 പ്രീ യൂണിവേഴ്സിറ്റി, പിന്നെ BSc, പിന്നെ 10ാമത്തെ B.Ed പഠിക്കാനും തോമാ മാർ ദിവനാസ്യോസ് തിരുമേനി എനിക്ക് അഡ്മിഷൻ തന്നു. ദാനിയേൽ മാർ പീലക്സിനോസിനെ അതിനെ അനുവദിച്ചു. അങ്ങനെയാണ് ഞാനൊരു അധ്യാപകനാകാനുള്ള പശ്ചാത്തലം. ഇവിടെ MD കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിൽ ഞാൻ ഇൻ്റർവ്യൂവിന് വന്നു. പക്ഷെ എന്തോ കാരണത്താൽ എനിക്കന്ന് അപ്പോയിൻമെൻറ്റ് കിട്ടിയില്ല. എന്നാൽ കുണ്ട്ര MGD ഹൈസ്കൂളിൽ അന്നത്തെ മാനേജ്മെൻറ്റിൻ്റെ ജോലി പരിശുദ്ധ ബസേലിയോസ് ഗീവറീസ് ദിദിയൻ ബാവ തിരുമേനിയുടെ വിശ്വസ്തൻ എന്നുള്ള നിലയിൽ അന്നത്തെ MM ജേക്കബ് അച്ഛനായിരുന്നു ഹെഡ് മാസ്റ്ററായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ആ ഉറപ്പുണ്ടായിരുന്നതുകൊണ്ട്, ബാവ തിരുമേനിയുടെ അടുത്ത് സ്വാധീനം ഉണ്ടായിരുന്നതുകൊണ്ട് ഒരു സെപ്പറേറ്റ് മാനേജ്മെൻറ്റ് എന്നുള്ള നിലയിൽ എനിക്കവിടെ ജോലി തന്നു അദ്ദേഹം. ഇവിടുത്തെ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് തന്നില്ല. അതൊരു വലിയ അനുഭവമായിരുന്നു. കാരണം അന്ന് ഞാനൊരു തിങ്കളാഴ്ചയാണ് അവിടെ ചെല്ലുന്നത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു അവിടെ താമസിക്കാൻ പറഞ്ഞു. അപ്പോൾ അന്നതെനിക്ക് മനസ്സിലായില്ല എന്തുകൊണ്ടാണെന്ന്. അവരെന്നുവെച്ചാൽ അച്ഛന്മാർ താമസിക്കുന്നുണ്ട് അവിടെ. ഞാനും അവരുടെ കൂടെ താമസിച്ചു. തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, ബുധനാഴ്ച ആയപ്പോൾ അച്ഛൻ പറഞ്ഞു സ്കൂളിലോട്ട് വരാൻ പറഞ്ഞു. എന്നെ വിളിച്ചുകൊണ്ട് പോയി. അപ്പം സ്റ്റാൻഡേർഡ് 9A, സ്റ്റാൻഡേർഡ് 9B, സ്റ്റാൻഡേർഡ് 9C അതുകൊണ്ട് അങ്ങോട്ട് കയറി പഠിപ്പിച്ചോളാൻ പറഞ്ഞു. അപ്പോയിൻമെൻ്റ് ഒന്നും കിട്ടിയില്ല. പക്ഷേ അന്ന് ഒരു വേക്കൻസി അവിടെ ഉണ്ടാകുമെന്ന് അച്ഛൻ അറിയാമായിരുന്നു. അതായത് എൻ്റെ സബ്ജക്റ്റ് തന്നെയുള്ള ഒരു മാത്യു പണിക്കർ എമർജൻസി സെലക്ഷൻ കിട്ടി പോകുന്നുണ്ടായിരുന്നുകൊണ്ടാണ് എന്നോട് താമസിക്കാൻ പറഞ്ഞത്. അപ്പോൾ അത് വേക്കൻസി വന്ന് അങ്ങനെ പഠിപ്പിക്കാൻ തുടങ്ങി. അതെൻ്റെ ജീവിതത്തിലെ വലിയൊരു അനുഭവമാണ്. കുണ്ട്ര MGD ഹൈസ്കൂളിൽ പഠിപ്പിച്ചു എന്നുള്ളത്. 63, 64, 65 വരെ അവിടെ പഠിപ്പിച്ചു. അത് വലിയൊരു അനുഭവം. അതായത് ഗീവറീസ് ബാവ തിരുമേനിയുടെ വലിയ ഒരു താമസ സ്ഥലമായിരുന്നു കുണ്ട്ര. അപ്പോൾ അന്നേരം അവിടുത്തെ വിശ്വാസികൾ, അവിടുത്തെ ആളുകൾക്കെല്ലാം തിരുമേനിയോടൊക്കെ വലിയ ബഹുമാനമായിരുന്നു. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ അവിടുത്തെ പഠിപ്പീര് കഴിഞ്ഞപ്പോഴെനിക്ക് പത്തനംതിട്ട കാതോലിക്കേറ്റ് ഹൈസ്കൂളിലേക്ക് ട്രാൻസ്ഫർ കിട്ടി. അവിടെ പിന്നെ 66, 67 ആയപ്പോൾ ബേസിൽ കാതോലിക്കേറ്റ് കോളേജിൽ MSc ബോട്ടണി തുടങ്ങി. അതുകൊണ്ട് 67 ഞാൻ ബോട്ടണി MSc പഠിച്ചു. വീണ്ടും തിരിച്ച് കാതോലിക്കേറ്റ് ഹൈസ്കൂളിൽ തിരുന്നു 70 വന്നു. 69 തന്നെ വന്നു. 70 കോളേജിൽ വേക്കൻസി ഉണ്ടായപ്പോൾ കോളേജിലേക്ക്. ഈ അധ്യാപന കാലത്ത് ഈ കുണ്ട്ര MGD ഹൈസ്കൂള്, കാതോലിക്കേറ്റ് ഹൈസ്കൂള്, കാതോലിക്ക് കോളേജ്, പിന്നെ ബസേലിയസ് കോളേജ്, ഇങ്ങനെ 4 പഠിപ്പിച്ചതിൻ്റെ അനുഭവം ഇപ്പോഴും എനിക്ക് വലിയ സന്തോഷമാണ്. എൻ്റെ പൂർവ്വ വിദ്യാർത്ഥികൾ കാണുമ്പോഴും അല്ലാത്തപ്പോഴും പ്രത്യേക സന്ദർഭങ്ങൾ എന്നെ വിളിക്കുകയും അവരുടെ സന്തോഷാവസരങ്ങളിൽ, സങ്കടാവസരങ്ങളിൽ ഒക്കെ വിളിക്കുകയും
ആശയവിനിമയം ചെയ്യുകയും ആശംസയൊക്കെ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച കൊണ്ട്ര പഠിപ്പിച്ച ഒരു ഗില്ലറ്റ് പണിക്കർ അമേരിക്കയിൽ നിന്ന് എനിക്കൊരു എഴുത്തയച്ചൊരു സഹായം, ഒരാൾക്കൊരു വീട് വയ്ക്കാൻ വേണ്ടി പണം അയച്ചു തന്ന് സഹായിച്ചു. പിന്നെ ഗൾഫ് പ്രദേശങ്ങളിൽ പോകുമ്പോൾ ഈ അധ്യാപകൻ എന്നുള്ള നിലയിൽ വിദ്യാർത്ഥികൾ ഒരുപാട്, എവിടെ ചെന്നാലും ഒരു വിദ്യാർത്ഥിയെങ്കിലും കാണും. അതുകൊണ്ട് അങ്ങനെ അധ്യാപക ജീവിതം ഇന്നും വലിയ മെത്രാച്ചനായിട്ടും ഒത്തിരിയേറെ അനുഭവം തരുന്നതാണ്. പിന്നെ വലിയ ഹൈ ഈ ലെവലിലുള്ളവർ വന്നിട്ടുണ്ട്, IPSകാർ, പിന്നെ രാഷ്ട്രീയ തലത്തിൽ വളർന്നു വന്നവർ, പോലീസ് വിഭാഗത്തിൽ, പിന്നെ IASകാർ എല്ലാവരും ഉണ്ട്. ഒന്ന് ഒരു സ്പേസ് റിസർച്ചിലുള്ള ഡോക്ടർ TK അലക്സ്, ചന്ദ്രയാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളിൽ ഒരാളാണ്. പത്തനംതിട്ട സ്വദേശിയാണ്. കാലിക്കറ്റ് സ്കൂളിൽ പഠിച്ചതാണ്, കോളേജിലും പഠിച്ചതാണ്. സിനിമാ നടൻ ക്യാപ്റ്റൻ രാജു എൻ്റെ വിദ്യാർത്ഥിയാണ്. വലിയ സന്തോഷമായിരുന്നു. അദ്ദേഹത്തെ അറിയാമല്ലോ. എൻ്റെ കൂടെ വന്ന് സുൽത്താൻ ബത്തേരിൽ 3 ദിവസം താമസിച്ചു. ഒരു ടീമിൻ്റെ കൂടെ വന്ന്. മാത്രമല്ല ഒരു വലിയ ഗായകനെ കൂടെ കൊണ്ടുവന്നു. 6000 സിനിമാ പാട്ടുകൾ അവിടെ വലിയ ഓഡിയൻസിൻ്റെ അവിടെ ഇങ്ങനെ അതിങ്ങനെ ഒത്തിരി പാട്ടുകൾ, 6000 അല്ല, ഒത്തിരി പാട്ടുകൾ പാടി എൻ്റെ കൂടെ താമസിച്ച് അങ്ങനെ വലിയ സന്തോഷം. അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളെയും സഹോദരിമാരെയും ഒക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു. പിന്നെ ആർട്ടിസ്റ്റ് യേശുദാസ് അവിടുത്തെ സ്റ്റുഡൻ്റാണ്. പിന്നെ കോളേജ് വൈസ് ചാൻസലർമാർ, രാഷ്ട്രീയക്കാർ എല്ലാം പത്തനംതിട്ട കോളേജിൻ്റെ പ്രോഡക്ട്സാണ്. അങ്ങനെ ഒത്തിരി വിദ്യാർത്ഥി സമ്പത്തുണ്ട്. തിരുമേനി, വൈദിക ശുശ്രൂഷയിലേക്കുള്ള വരവിനെക്കുറിച്ച്, ഈ നിയോഗത്തിലേക്ക് എത്തിച്ചേരുന്നതിനെക്കുറിച്ച് ഒരു വാക്കൊന്ന് പറയാമോ? അത് വൈദിക സെമിനാരിയിൽ അഡ്മിഷൻ എനിക്ക് കിട്ടുന്നത് MD സെമിനാരി അല്ലാതെ 1953 ഞാൻ SSLC പാസ്സായ വർഷം 1953. അന്ന് മനോരമയിൽ സാധാരണ പേപ്പറിൽ ഈ നമ്പർ ഇടുന്ന പതിവായിരുന്നു. 1953 മെയ് 15 നമ്മുടെ കാലം ചെയ്ത പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് പ്രധാൻ ബാവ തിരുമേനി, പാറാട്ടെ തിരുമേനി, പത്രോസ് ഒസ്താത്യോസ് തിരുമേനി, പിന്നെ ദാനിയൽ മാർ പീലക്സിനോസ് തിരുമേനി, പിന്നെ മാത്യൂസ് മാർ കൂർലോസ് തിരുമേനി, ഈ 5 പേരെ വാഴിക്കുന്ന ദിവസമായിരുന്നു ഈ 53 മെയ് 15. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അപ്പൻ്റെ കൂടെ ഞാൻ അത് സംബന്ധിക്കാനായിട്ടാണ് വന്നത്. വെളുപ്പിനെ 5 മണിക്ക് ചെങ്ങന്നൂർന്ന് ബസ് കയറി ഇവിടെ വന്ന് നേരം വെളുത്തപ്പോൾ വന്നു. ആദ്യമായിട്ട് പോയി റിസൾട്ട് നോക്കിയപ്പോൾ ജയിച്ചിട്ടുണ്ട്. ആ സമാധാനത്തോടുകൂടെ ഈ പട്ടംകൊട ശുശ്രൂഷയെ സംബന്ധിച്ചു വലിയ ഒരിക്കലും മറക്കാത്തൊരു ദിവസമാണ്. എത്രാം സ്ഥാനാഭിഷേകത്തിൽ അന്ന് 16 വയസ്സ് 17 വയസ്സായതേ ഉള്ളൂ. അത് കണ്ട് സംബന്ധിച്ചു പോയി. എൻ്റെ വല്യപ്പച്ചന് പിന്നെ അത് കഴിഞ്ഞ് എന്തോ ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് എന്നെ പ്രേരിപ്പിച്ച് അവിടെ ഉണ്ടായിരുന്നൊരു മാമൻ സാറിനെ കൂട്ടിക്കൊണ്ട് ഇവിടെ ദേവലോകത്ത് വന്ന് ബീവർഗീസ് ദിരിയൻ ബാബാ തിരുമേനിയുടെ അടുത്ത് എന്നെ പരിചയപ്പെടുത്തി. ഈ മകനൊരു അഡ്മിഷൻ കൊടുക്കണം, അതായത് വൈദിക സെമിനാരിൽ. അപ്പോൾ എന്നെയൊക്കെ നോക്കി വലിയ ഗാംഭീര്യമുള്ള ആ നോട്ടമൊക്കെ കൊണ്ട് പേടിച്ചു പോയി. എന്നാലും അവനെ അനുഗ്രഹിക്കട്ടെന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് പോയി. പിന്നെ അഡ്മിഷന് വേണ്ടി അപേക്ഷിച്ചു. എനിക്ക് അഡ്മിഷൻ കിട്ടി. അന്ന് ഇൻ്റർവ്യൂ ചെയ്തത് വട്ടക്കുന്നേലെ ബാബാ തിരുമേനി, നമ്മുടെ ഒസ്താത്യോസ് തിരുമേനി ഉണ്ട്, അന്ന് ജോഷുവാച്ചനില്ല, പിന്നെ K. ഫിലിപ്പോസ് അച്ഛൻ, അതായത് തേഫിലോസ് തിരുമേനി, യൂഹാനോന്മാർ സേവേറിയസ് തിരുമേനി, അവരെല്ലാവരും കൂടെ അത് ഇൻ്റർവ്യൂവിലിരുന്നു. അന്ന് ആദ്യം ഞാനത് ഒസ്താത്യോസ് തിരുമേനിയാണ്, അതായത് ഷമ്മാസനായിരിക്കുമ്പോഴാണ് തോന്നുന്നു, ആദ്യമായിട്ട് എനിക്ക് വേദപുസ്തകം എടുത്ത് തന്ന് പരസ്യമായിട്ട് വായിക്കാൻ ഇൻ്റർവ്യൂവിൻ്റെ പിന്നെ പാട്ട് പാടാൻ പറഞ്ഞു. എനിക്ക് പാട്ട് വലിയ പൗലോസ് ശ്ലീഹ പാടാൻ പറഞ്ഞു. ഞാൻ പാടി. എനിക്ക് പാട്ടൊന്നും അറിയത്തില്ലായിരുന്നു.
അങ്ങനെ ഇൻ്റർവ്യൂ കഴിഞ്ഞു, അഡ്മിഷൻ കിട്ടി, വൈദ്യ സെമിനാരി MD സെമിനാരിയിൽ പഠിച്ചു. അന്ന് 4 വർഷവും ഈ ഗുരുക്കന്മാരെല്ലാം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു 24 മണിക്കൂറും. പ്രത്യേകിച്ച് വട്ടംകുന്നലെ ബാബാ തിരുമേനി, മാത്യൂസ് അത്താനാസ്യോസ് തിരുമേനി, അദ്ദേഹം ഞങ്ങളുടെ വലിയ പിതാവായിട്ട് ഗുരുവായിട്ട് എന്ന് പറഞ്ഞാൽ ഗമാലിയിൽ എന്ന് പറയാം. അതുപോലെ ഞങ്ങളെല്ലാം എല്ലാ കാര്യത്തിലും എല്ലായ്പ്പോഴും കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എനിക്കെപ്പോഴും ഓർക്കാനുള്ളത്. അദ്ദേഹം എല്ലാ ദിവസവും ഞങ്ങളുടെ മുറി തുറന്നിട്ടിരിക്കണമെന്നാണ്, സെമിനാരി വിദ്യാർത്ഥികളുടെ മുറി പഠിക്കുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് വന്ന് വാതിക്കൽ നോക്കി. എന്തെങ്കിലും അപാകത തോന്നിയാൽ മാത്രം അകത്ത് കയറും, ആവശ്യത്തിന് ശിക്ഷിക്കും, അല്ലാത്തപ്പോൾ വാത്സല്യിക്കും. അങ്ങനെ എല്ലാം തന്ന ആ ഗുരുകുലത്തിൻ്റെ അനുഭവം അത് കിട്ടിയിട്ടുണ്ട്. അത് യൂഹാനന്മാർ സേവറി തിരുമേനി, ഉസ്താദ് തിരുമേനി, ഇപ്പോഴത്തെ ജോഷുവാച്ചന്, ഇവരെല്ലാവരും ഞങ്ങൾക്ക് ഗുരുക്കന്മാരായിരുന്നു. തിരുമേനിയുടെ അജപാലന ശുശ്രൂഷയിൽ, പ്രത്യേകിച്ച് സഭാസേവനത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള പിതാവ് പട്ടക്കുന്ന് ബാബാ തിരുമേനിയാണോ? പരിശുദ്ധ ബസേലിയൂസ് മാർത്തോമ മാത്യൂസ് പ്രഥമൻ ബാബാ തിരുമേനിയാണോ? അന്ന് മുതൽ എന്ന് പറഞ്ഞാൽ ഞാൻ 17ാമത്തെ വയസ്സിലാണ്. എനിക്ക് മാത്രമല്ല, അന്നത്തെ എൻ്റെ ബാച്ചിലുള്ള TA ജേക്കബത്തിന്, ഇപ്പോഴത്തെ KV ജോസഫ് റമ്പാച്ചന്, TM സക്കറിയാച്ചന്, CO വർഗീസച്ചന്, BM ജോർജ് ശൈനോ റമ്പാച്ചന്, ഇങ്ങനെ അന്നത്തെ ആ ബാച്ചിലുള്ളവർക്ക്, പിന്നെ MA തോമസ് അച്ചന്, PI അബ്രഹാം, അദ്ദേഹം പെന്തിക്കോസിൽ പോയി. ബാക്കി ഞങ്ങളുടെ ആ ബാച്ചിന്, അതുപോലെ മറ്റു ബാച്ചുകളുണ്ട്. ഈ പ്രത്യേകിച്ച് തുമ്പോൺ ഭദ്രാസിന് വന്ന ഞാനും CO വർഗീസച്ചനും TM സക്കറിയാച്ചനും, ഞങ്ങൾക്ക് 3 പേർക്കും ഒത്തിരി വാത്സല്യം കിട്ടിയിട്ടുണ്ട്. അത് ഇപ്പോഴാണ് കിട്ടത്തില്ല, അത് പിന്നെ വേറെ വിഷയം. അങ്ങനെ ഗുരുകുലത്തിൻ്റെ അനുഭവം MD സെമിനാരിയിൽ വെച്ച് കിട്ടി. അവിടെ ഏലിയ ചാപ്പലിൽ, അന്ന് ചാപ്പല കഥയിട്ടൊന്നുമല്ല, അങ്ങനെ അവിടെ ആരാധനയെ സംബന്ധിച്ച് ആ അനുഭവം. അത് കഴിഞ്ഞ് പോയി പിന്നെ ഈ കോളേജിൽ പഠിക്കുന്നു ഒക്കെ പഠിച്ച് പിന്നെ അച്ഛനായത് 1964 മാർച്ച് 15-ാം തീയതി 36-ാം ഞായറാഴ്ചയാണ് വഞ്ചിത്ര പള്ളിയിൽ വെച്ച് അച്ഛനാകുന്നത്. അത് പെട്ടെന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദാനിയേൽ മാർ ബിലക്ഷൻസ് തിരുമേനി ഒരു കത്തയച്ചു. കത്തയക്കാൻ കാര്യമുണ്ട്. 64 ജനുവരി 1-ാം തീയതി എനിക്ക് വൈദിക പട്ടം തരാൻ നിശ്ചയിച്ചിരുന്നതാണ്. ആ സമയത്ത് വലിയ ബാവ, അതായത് ഗീവർഗീസ് ദിദിയൻ ബാവ തിരുമേനി ആസന്ന മരണനായി കിടക്കുക. അതുകൊണ്ട് ദാനിയേൽ മാർ ബിലക്ഷൻസ് തിരുമേനി വലിയ വാത്സല്യവാനായിരുന്നു അദ്ദേഹത്തിൻ്റെ. അപ്പോൾ എല്ലാ ദിവസവും വന്ന് ഇവിടെ താമസിച്ചുകൊണ്ട് ശുശ്രൂഷിക്കണമായിരുന്നു. അതുകൊണ്ട് വലിയ അസിസ്റ്റൻ്റായിരുന്നു. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് പെട്ടെന്ന് എന്നോട് അറിയിച്ചു, പട്ടം കൂടെ മാറ്റി വെച്ചേക്കാൻ പറഞ്ഞു. അങ്ങനെ പട്ടം കൂടെ മാറ്റി വെച്ചു. ജനുവരി 1-ാം തീയതി നടക്കേണ്ടത് മാറ്റി വെച്ചു. പിന്നെ അതങ്ങ് അറിയാതിരുന്നു. പക്ഷേ മാർച്ച് മാസം 10-ാം തീയതി ആയപ്പോഴൊരു കത്ത്, പട്ടം വയ്ക്കുന്ന കാര്യം എന്തായി, ഒന്നും കേൾക്കുന്നില്ലല്ലോ, അടുത്ത ഞായറാഴ്ച വഞ്ചിത്ര പള്ളിയിൽ വന്നാൽ അത് സൗകര്യമായിരുന്നു, മടങ്ങുന്ന തപാലിൽ മറുപടി അറിയിക്കണം. അത് കേട്ടപ്പോഴത്തേക്ക് പേടിച്ചു. ഓടി വന്ന വട്ടക്കുന്നലെ അതായത് മാത്യൂസ് അത്താനാസ്യോസ് തിരുമേനിയെ കണ്ടു, അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് തിരിച്ച് പത്തനംതിട്ടയ്ക്ക് പോയി. 2-3 ദിവസം കൊണ്ടെല്ലാം ക്രമീകരിച്ച് വഞ്ചിത്ര പള്ളിയിൽ വെച്ച് അച്ഛനായി. 25 രൂപ അന്നത്തെ ചിലവ്. ഇഷ്ടം പോലെ വീട്ടുകാർക്കും അമ്മ വീട്ടുകാർക്കും പള്ളിക്കാർക്കും എല്ലാം കൊടുത്തു. ഒരു വീഡിയോ ഇല്ല, ഒരു ഫോട്ടോ ഇല്ല, ഒന്നുമില്ലാതെ അങ്ങനെ വൈദികനായി. എന്നിട്ട് വൈദികനായതിനു ശേഷവും സ്കൂളിൽ പോകണം. പിന്നെ പള്ളികളിൽ അന്ന് അവിഭക്ത തുമ്പോൺ ഭദ്രാസനം, ചെങ്ങന്നൂർ, നിലയ്ക്കൽ, തുമ്പോൺ ഉൾപ്പെടെയുള്ള 146 പള്ളികളുണ്ട്. അപ്പോൾ തിരുമേനി ആദ്യം എനിക്ക് നിയമനം തന്നത് ചെങ്ങന്നൂർ ഭദ്രാസിൽ, ഇപ്പോഴത്തെ ചെങ്ങന്നൂർ ഭദ്രാസിലെ കുറിച്ചുമുട്ടം പള്ളി, ഉല്ലാട് സെൻറ്റ് ജോർജ് പള്ളി, ആ 2ഇടത്തും കുടിക്കുന്നു. പിന്നെ ഇടനാട് പള്ളി, പിന്നെ കിഴക്കൻ മലകളിൽ,
തേക്കുതോട്, മണ്ണീറ, കൊടപ്പന, പിന്നെ വയലത്തല, വെച്ചൂച്ചിറ, തോണിക്കടവ്, കരികുളം, വെള്ളക്കല്ലിങ്കൽ, ചെത്തോങ്കര, അങ്ങനെ ഉള്ള പള്ളികളിൽ സേവനമായി. അത് 64 മുതൽ 89 അസോസിയേഷൻ നടക്കുന്നത് വരെ അവിടെ മെത്രാനാകുന്നതെന്ന് അറിയുന്നത് വെച്ചൂച്ചിറ ഇരിക്കുമ്പോൾ, ഒരു വീട്ടിലിരിക്കുമ്പോൾ നമ്മുടെ പത്തനംതിട്ട മദ്രാസിൽപ്പെട്ട കുമ്പഴ തോമസ് മാത്യു വന്ന് വിളിച്ചു പറഞ്ഞു, എൻ്റെ പേര് മെത്രാൻ സ്ഥാനാർത്ഥികളുടെ കൂട്ടത്തിലുണ്ടെന്ന് വിളിച്ചു. അപ്പോഴാണ് അറിയുന്നത്. അതായത് 1989 അസോസിയേഷൻ വരുന്ന സമയത്ത്. അപ്പോൾ ഞാൻ അറിയുന്നില്ല. അതും വട്ടക്കുന്നലെ ബാവാ തിരുമേനിയാണ് അസോസിയേഷൻ നടത്തുന്നത്. 89 ഡിസംബർ 28. അതിൽ ഞാൻ അന്നും പ്രായം കൂടിയ ആളായിരുന്നു. രണ്ടാമത് ഇയോബ് തിരുമേനി, മൂന്നാമത് അന്തോനിയോസ് തിരുമേനി, നാലാമത് ഇപ്പോഴത്തെ ബാവാ തിരുമേനി മാത്യൂസ് മാർ സേവേറിയസ് തിരുമേനി, അഞ്ചാമത് ഗീവറീസ് മാർ കൂള്ളൂസ് തിരുമേനി. അങ്ങനെ 5 പേരെ അവിടെ വെച്ച് തിരഞ്ഞെടുത്തു. പത്തനംതിട്ട കാവിൽ. അന്ന് ഞാൻ കോളേജിൽ പഠിപ്പിക്കുകയാണ്. അപ്പോൾ കോളേജിലെ അവിടെ വെച്ച് തന്നെ അങ്ങനെ മെത്രാനായിട്ട് സെലക്ഷൻ കിട്ടി. എന്നിട്ട് 90 മാർച്ച് 31-ാം തീയതി വട്ടക്കുന്നലെ ബാവാ തിരുമേനി തന്നെ പരുമല വെച്ച് എനിക്ക് റംബാൻ സ്ഥാനം തന്നു. എനിക്കല്ല, അന്നത്തെ 5 പേർക്കും റംബാൻ സ്ഥാനം തന്നു. പക്ഷേ ആ റംബാൻ സ്ഥാനത്തിന് ശേഷം അദ്ദേഹത്തിന് ശാരീരിക അസ്വാസ്ഥ്യമുണ്ടായി. വലത് കൈ അത്ര സ്വാധീനമില്ലാതെ വന്നു. സംസാരിക്കാനും അല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാൽ മെത്രാനായിട്ട് വാഴിക്കപ്പെടുന്നത് 1991 ഏപ്രിൽ 30-ാം തീയതിയാണ്. ഏപ്രിൽ 29-ാം തീയതി മാത്യൂസ് മാർ കൂർലോസ് തിരുമേനിയെ കാതോലിക്കായിട്ട് വാഴിച്ചു. ആ വാഴിച്ചതിന് ശേഷം പിറ്റേ ദിവസം തന്നെ ഞങ്ങളെ 5 പേരെയും മെത്രാന്മാരായിട്ട് വാഴിച്ചു. എന്നാൽ വാഴിക്ക ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് പരിശുദ്ധ ബാവാ തിരുമേനിയെ, അതായത് വട്ടക്കുന്നലെ ബാവാ തിരുമേനിയെ കണ്ട് അനുഗ്രഹം പ്രാപിക്കാനായിട്ട് ഞങ്ങൾ 5 പേരും സന്ധ്യാനമസ്കാരത്തോടു കൂടി ഇവിടെ വന്നു. വന്നപ്പോൾ ഞാൻ ആദ്യം കൈമുത്തിയപ്പോൾ എന്നെ നിർബന്ധിച്ച് മുട്ടുകുത്തി. ഞാൻ മുട്ടുകുത്താൻ തന്നെ തയ്യാറായ മുട്ടുകുത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ തോളിൽ അമക്കി എന്നെ മുട്ടുകുത്തിച്ചിട്ട് വലത് കൈ സ്വാധീനമില്ലാഞ്ഞതുകൊണ്ട് ഇടത് കൈ കൊണ്ട് ക്രോയ്ത്തത റൂഹോ, അതായത് പട്ടംകുടയിലെ പരിശുദ്ധ റൂഹായുടെ ആവാസ ശുശ്രൂഷ മുഴുവൻ അല്പം പോലും കുറവില്ലാതെ ആവസിച്ച് അത് എനിക്ക് അനുഗ്രഹം തന്നു. അതുപോലെ തന്നെ ബാക്കി 4 പേർക്കും അത് കൊടുത്തു. അപ്പോൾ പട്ടംകുട ശുശ്രൂഷയിൽ നടത്തുന്ന അത്രയും സമയം തന്നെ എടുത്ത് ഇതെല്ലാം പൂർത്തിയാക്കി അനുഗ്രഹിച്ചു എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ വലിയ ഒരു കാര്യം. ബത്തേരിയും തുമ്പമണ്ണും 2 ഭദ്രാസനങ്ങൾ, 2 വ്യത്യസ്ത അനുഭവങ്ങളാണല്ലോ. ഒന്ന് മലയോര പ്രദേശം, മറ്റൊന്ന് തനി നാടൻ, നമ്മുടെ പട്ടണ കേന്ദ്രീകൃതമായ സ്ഥലം. ഒന്ന് വിശദീകരിക്കാമോ ഇത് തമ്മിലുള്ള വ്യത്യാസം? അത് ഈ പറഞ്ഞ പോലെ എന്നെ വാഴിച്ചത് 1991 ഏപ്രിൽ 30. അപ്പോൾ ഞാൻ വികാരിയായിരുന്ന പള്ളി വയലത്തല ബെൽസിൻ ആണ്. അവിടെ തന്നെ ആ ഏപ്രിൽ മെയ് മാസം മുഴുവനും ജൂൺ മാസത്തിൽ വരെയും ഞാൻ വീണ്ടും മെത്രാത്തിനായിട്ട് തന്നെ വികാരിയായി അവിടെ തുടർന്നു. കാരണം അവിടെ വേറെ അച്ഛന്മാരെ നിയമിക്കുവാൻ കിട്ടിയിട്ടില്ല. പിന്നെ അതും വേറൊരു അനുഭവമാണ്. മെത്രാത്തിനായി പള്ളിയിൽ വികാരി വയലത്തല ബെൽസിൻ, വടശ്ശേരിത്തെ ഗബ്രിയേൽ അച്ഛൻ്റെയൊക്കെ പള്ളി. അത് കഴിഞ്ഞു. ജൂൺ 14-ാം തീയതി മാനേജിംഗ് കമ്മിറ്റി നടന്നു. അപ്പോൾ എനിക്ക്
ചീട്ട് വീണത് സുൽത്താൻ ബത്തേരി പുതുതായി രൂപീകരിക്കപ്പെട്ട, അതായത് 85-ൽ രൂപീകരിച്ചതാണ്. പക്ഷേ മെത്രാച്ചന്മാരില്ലായിരുന്നു. അതിനൊരു അഡ്മിനിസ്ട്രേറ്ററായിട്ട് ബഹുമാനപ്പെട്ട മത്തായി നൂർനാലച്ചൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒട്ടക്കുന്നാലെ ബാവാ തിരുമേനിയോടെല്ലാം ചോദിച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴെനിക്ക് ചീട്ട് വീണത് സുൽത്താൻ ബത്തേരിക്കാണ്. സുൽത്താൻ ബത്തേരിക്ക് എനിക്ക് വഴി പോലും അറിയത്തില്ല. പക്ഷേ ഞാൻ കോളേജിലെ കുട്ടികളെയൊക്കെ ആയിട്ടൊക്കെ മൈസൂർ പോകുന്നതൊക്കെ അതുവഴിയാണ്. അങ്ങനെ ഒരു വഴി അറിയാമെന്നല്ലാതെ എനിക്ക് നൂർനാലച്ചനെ പോലും അറിയത്തില്ല. പരിചയമുള്ളവർ ആരും അവിടെ ഇല്ല. എങ്കിലും പോകാനായിട്ട് എനിക്ക് ഒരു മതിയായ കാറൊന്നും കയ്യിലില്ല. ഒരു ടാക്സി വണ്ടി ഞാൻ 41,000 രൂപ കൊടുത്ത് വാങ്ങിച്ചത് മാത്രം അന്ന് എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ബഹുമാനപ്പെട്ട നൂർനാലച്ചന് ഈ അറിവ് കിട്ടി, അതായത് എന്നെയാണ് അവിടത്തേക്ക് നിയമിച്ചതെന്ന് അറിഞ്ഞ ഉടനെ തന്നെ തിരുമേനി കാറേ കയറ്, ഇതേലോട്ട് കയറുന്നു വന്ന് അച്ഛൻ്റെ കാറിൽ കയറ്റി. അച്ഛൻ്റെ കാറിങ്ങനെ പോയി. കൂടെ അന്നത്തെ മനയത്തെ എൽദോ അച്ഛൻ്റെ ഫാദറും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ വേറെ ആരോ KP ജോണി സാറ് അവിടുത്തെ പ്രിൻസിപ്പൽ. അപ്പോൾ അങ്ങനെ അവരുടെ കൂടെ എന്നെ ആ കാറെ കയറ്റി. എൻ്റെ കാറ് പുറകെ കൊണ്ടുവന്നേക്കാൻ പറഞ്ഞു. അവിടെ വരുമോയെന്ന് തന്നെ അറിയത്തില്ല ആ കാറ്. ഏതായാലും മറ്റേ കാറേൽ പോയി. രാത്രി 2:30 മണി ആയപ്പോൾ, ഇവിടുന്ന് 5 മണിക്ക് തിരിച്ചു. 2:30 മണി ആയപ്പോൾ നൂർനാലച്ചൻ്റെ വീട്ടിലായിരുന്നു. കാരണം അവിടെ മറ്റ് സൗകര്യമൊന്നുമില്ല. അച്ഛൻ്റെ വീട്ടിൽ താമസിച്ചു. നേരം വെളുത്ത് നോക്കിയപ്പോഴാണ് മഞ്ഞ് നിറഞ്ഞ മലകൾ നിറഞ്ഞ് ഇങ്ങനെ കാണാം. അല്പം കൂടെ വെളിച്ചമായപ്പോൾ സുൽത്താൻ ബത്തേരി സെൻറ്റ് മേരീസ് കത്തീഡ്രലിൽ പോയി പ്രാർത്ഥിച്ചു. അച്ഛനുണ്ടായിരുന്നു. അച്ഛൻ അവിടുത്തെ വികാരിയാണ്. അത് അടുത്ത ഞായറാഴ്ച അവിടെ വിശുദ്ധ കുർബാന അർപ്പിച്ചു. അപ്പോഴാണ് എനിക്ക് നേരത്തെ അറിയാമെങ്കിലും അവരെല്ലാം അവിടെ വെച്ചുകൊണ്ട് എൻ്റെ വിദ്യാർത്ഥികൾ 3 പേര്. ഒന്ന് നമ്മുടെ MT ജോസഫ് അച്ഛൻ്റെ മകൾ ഷേബ ജോസഫ്, അവിടുത്തെ അധ്യാപികയായിരുന്നു. ഞാൻ പഠിപ്പിച്ചതാണ്. പത്തനംതിട്ട കോളേജിലും സ്കൂളിലും പഠിപ്പിച്ചതാണ്. അവരവിടെ ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റിലൊരാണ്. രണ്ടാമത്തത് ഇപ്പോഴത്തെ സ്തേപ്പാനോസ് തിരുമേനി, മൈലപ്രായിലെ സ്തേപ്പാനോസ് തിരുമേനിയുടെ സഹോദരി റേച്ചൽ അവിടെ ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ അവർ 2 പേരും വരും. പിന്നെ വിൽസൺ എന്ന് പറഞ്ഞ ഒരാളിനെ ഞാൻ പഠിപ്പിച്ചുകൊണ്ട് പറക്കോട്, അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 3 പേരും എൻ്റെ വിദ്യാർത്ഥികളായിട്ട് അവിടെ, അതൊരു വലിയ ആശ്വാസം തോന്നി. പിന്നെ ഒരു അച്ഛനുണ്ടായിരുന്നു, തോമസ് P. യോഹന്നാൻ, കുമ്പഴക്കാരൻ, സുറിയാനി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛനെ പറ്റി. പിന്നെ വർഗീസ് മാത്യു സാർ മല്ലശ്ശേരിക്കാരൻ ഒരാൾ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ മാത്തുക്കുട്ടി എന്നും പറഞ്ഞ ഒരാൾ കണക്ക് പഠിപ്പിക്കുന്ന ഒരാൾ. ഇത്രയും പേരെ മാത്രമേ എനിക്ക്, അല്ലാതെ അവിടുത്തെ അച്ഛന്മാരെയോ ആളുകളെയോ ഒന്നും പരിചയമില്ല. താമസിക്കാൻ സൗകര്യമില്ല. അച്ഛൻ്റെ വീട്ടിൽ താമസിച്ചുകൊണ്ട് കുറച്ച് ഒരാഴ്ചയോളം അവിടെ താമസിച്ചു. പിന്നീട് അച്ഛൻ വലിയ ബുദ്ധിമാനുമൊക്കെ ആയിരുന്നതുകൊണ്ട് കോളേജിൻ്റെ അല്പം പണം ഉപയോഗിച്ച് സുൽത്താൻ ബത്തേരി കത്തീഡ്രലിനോട് അടുത്ത് ഒരു ചെറിയ പാഴ്സനേജ്, ഒരു കൊച്ചുമുറിയും ഒരു ബാത്റൂമും ഒരു ചെറിയ അടുക്കളയും ഒരു കാർ ഷെഡും കൂടെ ചേർത്ത് പണിത്. ഒരു മെത്രാച്ചൻ എപ്പോഴെങ്കിലും വരുമല്ലോ എന്ന് വിചാരിച്ച് അദ്ദേഹത്തിന് താമസിക്കാനായിട്ട് അവിടെ ഞാൻ അന്ന് പൈപ്പ് സിസ്റ്റമൊന്നും ശരിയല്ല, കിണറ്റിൽ നിന്ന് വെള്ളം കോരും, ആളെങ്കിൽ ഞാൻ കോരിത്തരും, കുടിശ്ശനിയിൽ ആരെങ്കിലും കൊണ്ടുവന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തന്നു. അപ്പോഴും അരമന ഇല്ല. പിന്നെ അരമനയ്ക്ക് സ്ഥലം അന്വേഷിച്ച് നടക്കുകയാണ്. അത് 1.5 വർഷത്തോളം നടന്നു. ഒന്നും സൗകര്യമായിട്ട് കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കോട്ടക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത്, കുപ്പാടി സ്ഥലത്ത് ഒരു ഏകദേശം 2 ഏക്കർ സ്ഥലം ഒത്തുകിട്ടി വാങ്ങിക്കാനായിട്ട് ശ്രമിച്ച് അതിന് അഡ്വാൻസ് കൊടുക്കാൻ തീരുമാനിച്ച അന്ന് തന്നെ നിർമ്മലഗിരി ഇപ്പോഴത്തെ അരമന ഇരിക്കുന്ന സ്ഥലത്ത് ഒരു പഴയ കെട്ടിടം, ഒരു 5-6 മുറിയുണ്ട്, വീടാണ്. അദ്ദേഹം ഒരു ആസ്മ രോഗിയായതുകൊണ്ട് തണുപ്പുള്ള വയനാട്ടിൽ താമസിക്കാൻ ആരോഗ്യ പ്രശ്നമുള്ളതുകൊണ്ട് അത് വിറ്റിട്ട് കോഴിക്കോട് പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുന്ന സമയമാണ്. എന്തായാലും അത് കണ്ടുപിടിച്ചു, പെട്ടെന്ന് വാങ്ങിക്കാം. അപ്പോൾ ഇതും വാങ്ങിക്കാറായി, ഇതും വാങ്ങിക്കാൻ അവസരമായി. അദ്ദേഹം വേറെ ആർക്കോ കച്ചവടം ചെയ്തതായിരുന്നു.
പക്ഷേ എന്തോ ആ ധാരണപ്പെസ് കൊണ്ട് ആ കച്ചവടം നടന്നില്ല. ഞങ്ങൾ വാങ്ങിച്ച് 11 ലക്ഷം രൂപയ്ക്ക് അത്രയും സ്ഥലം, 4.5 ഏക്കർ സ്ഥലം വാങ്ങിച്ചു, പഴയ വീടും. അത് ഇവിടെ വന്ന് പരിശുദ്ധ ബാവാ തിരുമേനിയോട് പറഞ്ഞപ്പോൾ മുഴുവൻ തുക തരാനൊന്നുമില്ല, എങ്കിലും കുറച്ച് തുക ഇവിടുന്ന് പരുമല നിന്ന് തന്നു. ഞാൻ എൻ്റെ കൈവശം ഉണ്ടായിരുന്ന ഒരു 6-7 ലക്ഷവും എല്ലാം കൂടി ചേർത്ത് 11 ലക്ഷം രൂപ കൊടുത്ത് ഇപ്പോഴത്തെ അരമനയുടെ കെട്ടിടം വാങ്ങിച്ചു, സ്ഥലവും വാങ്ങിച്ചു. അത് പിന്നെ പുതുക്കിപ്പണിതാണ്, ഞാൻ തന്നെ പുതുക്കിപ്പണിതാണ് ഇപ്പോഴത്തെ ബത്തേരി അരമന. പിന്നെ പതുക്കെ ആളുകളെയും അച്ഛന്മാരെയും എല്ലാം കണ്ടു പരിചയമായി. ഓരോ പള്ളികളിൽ പോയി നല്ല പാവപ്പെട്ട വിശ്വാസികൾ, സഭയോടൊക്കെ വലിയ കൂറുള്ള ഒരു ബഹുമാനപ്പെട്ട നൂർനാടത്തിൻ്റെ നേതൃത്വത്തിൽ നേരത്തെ തന്നെ പ്രത്യേകിച്ച് ദിദിമോസ് ബാവാ തിരുമേനിയായിരുന്നു മലബാർ ഉൾപ്പെട്ട ഈ ഭദ്രാസനത്തിൽ ആദ്യം 1966 മുതൽ 91 വരെ അദ്ദേഹമാണ് നയിച്ചത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശിക്ഷണം അവിടുത്തെ വൈദികർക്കെല്ലാം ഉണ്ട്. അത് മലബാറിൻ്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് പള്ളികളിൽ തിരുമേനി ഒക്കെ യാത്ര വരുമ്പോൾ ആ തിരുമേനിക്ക് താമസിക്കാൻ സൗകര്യമില്ലാത്തതുകൊണ്ട് മിക്കവാറും നൂർനാടത്തിൻ്റെ വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. പള്ളി കേസുകളുണ്ട്. ആ സമയത്ത് സമയം ദിവസങ്ങളോളം അവിടെ താമസിച്ച് കേസ് നടത്തണം. ഗൂഡല്ലൂർ കേസ് നടത്തണം, മറ്റ് കോഴിക്കോട് കേസ് നടത്തണം. അങ്ങനെയൊക്കെ തിരുമേനി ഒത്തിരി കഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഞാൻ ചെല്ലുന്നത്. ഏതായാലും എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും കൂടാതെ 21 പള്ളികളിലെ പ്രശ്നം വീതിച്ച് തീർത്തു. ഞാൻ തിരിച്ചു വരുമ്പോൾ 3 പള്ളികളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പ്രശ്നം. അതും അവസാനം പിന്നീട് വന്ന എബ്രഹാം മാർ എപ്പിപ്പാനൂസ് തിരുമേനി അതും പരിഹരിച്ചു. ഇപ്പോൾ അവിടെ സഭാപ്രശ്നമായിട്ടങ്ങൊന്നും പറയാനില്ല. ഞാൻ ആദ്യമായിട്ട് പോയ ഭദ്രാസനം മലയോരവും പിന്നെ നല്ല സുഖവാസ സ്ഥലമാണ്. ഈ 18 വർഷം ഞാൻ ഫാനിടാതെ ജീവിച്ചു എന്നുള്ളതാണ്. ഫാനിടേണ്ട ആവശ്യമില്ല, AC കണ്ടീഷനായിരുന്നു. എന്നാൽ ഇപ്പോൾ ചൂട് കൂടി, ക്ലൈമറ്റ് ചേഞ്ച് ആയിരിക്കാം, ചൂട് കൂടിയിട്ടുണ്ട്. അത് എനിക്ക് മലയോരം എനിക്ക് നല്ല പരിചയമാണ്. തണ്ണിത്തോട്, തേക്കുതോട്, തൂമ്പാക്കുളം, കൊടപ്പന, കൊക്കാത്തോട് ഇവിടെ എല്ലാം പോയിട്ടുള്ളതുകൊണ്ട് വെച്ചുച്ചിറ, തോണിക്കുളം എല്ലാം മലയോരം എനിക്ക് വലിയ പരിചയം തന്നെ ഉണ്ട്. എന്നാൽ തുമ്പോണ് രീതിയും വയനാട്ടിലെ രീതിയും വളരെ വ്യത്യാസമാണ്. പക്ഷേ എനിക്ക് രണ്ടും പ്രയാസം വന്നില്ല. കാരണം ഞാൻ തുമ്പോണ് താമസം തുടങ്ങി ഇപ്പോൾ 65 വർഷമായി. ഷമ്മാസനായപ്പം മുതൽ അവിടെ താമസിച്ചതാണ്. അപ്പോൾ തുമ്പോണുള്ള 146 പള്ളി എനിക്ക് പരിചയമാണ്. 6 വർഷം ഷമ്മാസനായിട്ട് ദാനിയൽ മാർ ഫീലിക്സിൻ്റെ സിനിമയുടെ യാത്ര ചെയ്തിട്ടുണ്ട്. ഈ പള്ളികളിലെല്ലാം ആ പള്ളി പരിചയമുണ്ട്, ആളുകളെ പരിചയമുണ്ട്, പഠിപ്പിച്ച കോളേജുണ്ട്, പഠിപ്പിച്ച സ്കൂളുണ്ട്. അങ്ങനെയൊക്കെ വന്നപ്പോൾ എല്ലാവരെയും പരിചയമാണ്. അതുകൊണ്ട് എനിക്കൊരു പുതുമയൊന്നും അങ്ങനെ ഇല്ല. പിന്നെ ഭരണകാര്യം വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ നടന്നു. ദാനിയൽ മാർ ഫീലിക്സിൻ്റെ സിനിമയുടെ ഭരണ ക്രമവും പിന്നെ ടൈറ്റസ് അച്ഛനൊക്കെ സഹായിക്കാനുണ്ടായിരുന്നതുകൊണ്ടും കൗൺസിലുകാർ വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചതുകൊണ്ടും ഇവിടെ ഒരു 5-8 സ്ഥാപനങ്ങൾ ഞാൻ വന്നതിന് ശേഷം സ്ഥാപിക്കാനും പ്രവർത്തിക്കാനും സാധിച്ചു. ഒരു കോളേജ് തുടങ്ങി, താവളപ്പാറ സെൻറ്റ് തോമസ് കോളേജ്, പിന്നെ പാലിയേറ്റീവ് കെയർ, പിന്നെ പ്രകാശധാരയും ശാന്തിസദനവും യൗസേബി സിരിമേനി തുടങ്ങിയതാണ്. പിന്നെ തട്ട സെൻറ്റ് മേരീസ് സമാജം, അതായത് സ്ത്രീകൾക്ക് വേണ്ടിയുള്ളത്. അങ്ങാടിക്കൽ അതാ പുരുഷന്മാർക്ക് വേണ്ടിയുള്ളത്. പിന്നെ സമഷ്ടി എന്ന് പറയുന്ന മാരാമണ്ണ്, അതൊരു പ്രകൃതി സൗഹൃദ എക്കോ ഫ്രണ്ട്ലി റിട്രീറ്റ് സെൻറ്റർ പോലെയായിട്ട് വളർത്തിക്കൊണ്ടുവരികയാണ്. ഒരു 3.5-4 ഏക്കർ സ്ഥലമുണ്ട്. അങ്ങനെ ഒരു 8-10 സ്ഥാപനങ്ങൾ ഞാൻ വന്നതിന് ശേഷം തുടങ്ങാനും പ്രവർത്തിക്കാനും സാധിച്ചു എന്നുള്ള വലിയ കാര്യമാണ്. ഈ സമഷ്ടിയെക്കുറിച്ച് തിരുമേനിക്ക് എന്താ പറയാനുള്ളത്? റിട്ടയർ ചെയ്യുമ്പോൾ താമസിക്കാൻ തിരുമേനി തന്നെ കണ്ടെത്തിയ ഒരു സ്ഥാനം. അതുകൊണ്ട് ഒരിക്കലും റിട്ടയർമെൻറ്റ് തിരുമേനിക്ക് ഒരു വിരസതയോ ഏകാന്തതയോ ആവില്ല. എങ്ങനെയാണ് അതേക്കുറിച്ചുള്ള വിലയിരുത്തൽ? സമഷ്ടി കൊണ്ട് തന്നെയല്ല, നമുക്ക് ആ ഒരുമാതിരി ബോധമുള്ള സമയത്ത്, ഇച്ചിരി ആരോഗ്യമുള്ള സമയത്ത് ആയിരിക്കും. അല്ലാതെ തീരെ വയ്യാതെ വരുമ്പോൾ ഭയമുണ്ടായില്ല. അതുകൊണ്ട് ആ സമയത്ത് അവിടെ താമസിക്കുന്ന വലിയ സന്തോഷമാണ്. പമ്പയാറിൻ്റെ തീരമാണ്, ആറന്മുള ലോകപ്രശസ്തമായ സ്ഥലമാണ്. മാരാമണ്ണ് അതിനേക്കാൾ
ലോകപ്രസിദ്ധം. കാരണം മാരാവൺ കൺവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം അറിയുന്ന ഒരു കൺവെൻഷനാണ്. ലോകത്തിലെ രണ്ടാമത്തേതാണ് ആൾക്കൂട്ടത്തിൽ. പിന്നെ ക്രിസോസ്റ്റം തിരുമേനി, മാർത്തമ്മാനെ വലിയ തിരുമേനി അവിടെ താമസിച്ചു. അദ്ദേഹം അവിടെയൊക്കെ വന്ന് സന്ദർശിക്കുകയും ഞങ്ങളെ ഒത്തിരി പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു നല്ല സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ സമഷ്ടിയിൽ തിരുമേനി പൂർണ്ണ സംതൃപ്തനാണ്. അതെ, പൂർണ്ണ സംതൃപ്തനാണ്. ഒരു ചോദ്യം കൂടെ തിരുമേനിക്ക് ലഭിച്ച അതുല്യമായൊരു സൗഭാഗ്യമാണ് സഭയുടെ ഒരു നിർണായകമായ കാലഘട്ടത്തിൽ ഒരു കാതോലിക്ക സ്ഥാനം ഒഴിഞ്ഞു കിടന്ന നാളുകളിൽ ഒരു പുതിയ കാതോലിക്കായും മലങ്കര മെത്രാപ്പൊലീത്തായും തിരഞ്ഞെടുക്കുവാനും വാഴിക്കുവാനുമുള്ള ദൈവനിയോഗം കൈവന്നു എന്നുള്ളത്. ഈ അനുഭവത്തെ തിരുമേനി എങ്ങനെയാണ് കാണുന്നത്? ഏറ്റവും നിർണായകമായ നാളുകളിലൂടെ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലൂസ് ദ്വിതീയൻ ബാവ തിരുമേനി കാലം ചെയ്തതിന് ശേഷം ഇപ്പോഴത്തെ കാതോലിക്ക ബാവ തിരുമേനിയെ വാഴിക്കുന്നത് വരെയുള്ള ആ നിർണായക നാളുകളെക്കുറിച്ച് തിരുമേനി എങ്ങനെയാണ് അതിനെ അവലോകനം ചെയ്യുന്നത്? അതൊരു വലിയ അച്ഛൻ പറഞ്ഞ പോലെ വലിയ ദൈവകൃപയും പിന്നെ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരു അനുഭവമാണ്. അതിന് സാഹചര്യം ഉണ്ടായത് ഇപ്പം ഞാൻ പുറകോട്ട് ചിന്തിക്കുമ്പോൾ അഭിമന്യ അന്തോനിയോസ് തിരുമേനി സുഖമില്ലായിരുന്നതുകൊണ്ട് റിട്ടയർ ചെയ്യണമെന്ന് പരിശുദ്ധ സുന്നഹോസിൽ പല പ്രാവശ്യം ആവശ്യപ്പെട്ടു. അന്നൊക്കെ പരിശുദ്ധ ബസേലിയോസ് പൗലോസ് ദ്വിതീയൻ ബാവ തിരുമേനി അതിന് അനുകൂലിച്ചില്ല. വരട്ടെ, നിൽക്കെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കൂട്ടത്തിന് ഞാനും അന്ന് 75 വയസ്സൊക്കെ കഴിഞ്ഞ് 80ഓട് അടുത്ത സമയമാണ്. ഞാനും ആവശ്യപ്പെട്ടു. ഞാനും പ്രായമൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും റിട്ടയർ ചെയ്യണം. അപ്പോഴൊക്കെ പരസ്യമായിട്ട് തന്നെ പൗലോസ് ദ്വിതീയൻ ബാവ തിരുമേനി അതിനൊരു അനുവാദം തരാതെ ഇങ്ങനെ നിർത്തിയിരുന്നു. അദ്ദേഹം അസുഖം ബാധിച്ചു. അവസാനം നടത്തിയ സുന്നതോസിൽ, അതിന് തൊട്ട് മുമ്പുള്ള 1-2 സുന്നതോസിലും, സുന്നതോസ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ മുറിയിൽ പോയി പ്രത്യേകം ആവശ്യപ്പെട്ടു, തിരുമേനി ഞങ്ങളുടെ കാര്യം ഒന്ന് തീരുമാനിക്കുന്നു, ഇപ്പം വേണ്ട എന്ന് പറഞ്ഞാൽ കർശനമായിട്ട് പറഞ്ഞു. അവസാനത്തെ സുന്നതോസിലും അനുവദിച്ചില്ല. അങ്ങനെയാണ് ആ സാഹചര്യം ഉണ്ടാകുന്നത്. റിട്ടയർ ചെയ്യാതെ ഞാൻ നിൽക്കേണ്ട ഒരവസ്ഥ വന്നു. അത് ദൈവനിയോഗമായിരിക്കാം. എന്തായാലും തിരുമേനി 2021 ജൂലൈ 3-ാം തീയതി പരുമല ആശുപത്രി കിടക്കുമ്പോൾ ഞാൻ തിരുമേനിയെ പലപ്പോഴും കാണാൻ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കത്തെ കാണും, വല്ലപ്പോഴും പോയി കാണും. അന്ന് പരുമല വിശുദ്ധ കുർബാന സംബന്ധിച്ച് തിരുമേനിയെ കണ്ട് പ്രാർത്ഥിക്കാനായിട്ട് അവിടെ ചെന്നു. അപ്പോൾ തിരുമേനി വളരെ ക്ഷീണിതനാണ്, ആസന്ന മരണം ആയിക്കടുത്ത് കിടക്കുകയാണ്. അപ്പോൾ എനിക്ക് വലിയ പ്രയാസം തോന്നി. തിരുമേനിയും കണ്ണു നിറഞ്ഞു. അപ്പോൾ ഞാൻ തിരുമേനി പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ തിരിച്ചു പോയി. പരുമല മുറിയിൽ ചെന്ന് കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്നെ വീണ്ടും വിളിച്ചു. ഇങ്ങോട്ട് ഒന്നുകൂടെ വരാൻ ആവശ്യപ്പെട്ടു. ഞാൻ വീണ്ടും കയറി ചെന്നപ്പോൾ ഒരു കൽപ്പന എടുത്ത് കയ്യിൽ തന്നു. അന്ന് തോമസ് സക്കറിയാച്ചനും ബിജുമ്മനും ഉണ്ടെന്ന് തോന്നുന്നു അവിടെ. കൽപ്പന എടുത്ത് കയ്യിൽ തന്നപ്പോൾ ഇതാ കാര്യമെന്ന് പറഞ്ഞു. ഈ സഭയുടെ ഭാവി പരിപാടികൾ അസോസിയേഷൻ നടത്തുക, പിൻഗാമിയെ തിരഞ്ഞെടുക്കുക, വാഴിക്കുക, എല്ലാം അടങ്ങിയിട്ടുള്ള കൽപ്പന. ഞാൻ അന്നേരം കൽപ്പന വായിച്ചില്ല, അതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിനേക്കാൾ വല്ലാതെ വിഷമിച്ച് തിരുമനസ്സുകൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് മാത്രം ആവശ്യപ്പെട്ട് പാദം തൊട്ട് നമസ്കരിച്ച് ഞാൻ തിരിച്ചു പോകുന്നതാണ്. പിന്നെ ഒരു 100 ദിവസം ഇത് കൈകാര്യം ചെയ്യാൻ ദൈവം കൃപ തന്നു, ശക്തിയും തന്നു. അഡ്മിനിസ്ട്രേറ്റീവ് കൗൺസിൽ കൂടി അവരെല്ലാവരും സഹകരിച്ചു. പിന്നെ ജനങ്ങൾ മുഴുവൻ അങ്ങ് വിദേശത്തും സ്വദേശത്തുമുള്ളവർ ഒറ്റ കാര്യമേ ആവശ്യപ്പെട്ടുള്ളൂ, തിരുമേനി എങ്ങനെങ്കിലും സുന്നതദോസിൽ നിന്ന് ഒരു പേര് മാത്രമേ കൊണ്ടുവരാവുള്ളൂ. ഞാൻ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുക, നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം, അങ്ങനെ നടക്കട്ടെ. അന്ന് സെപ്റ്റംബർ 14-ാം തീയതിയാണ് സുന്നതദോസ് വിളിച്ച് കൂട്ടി. ഞാൻ ആദ്യമായിട്ട് ആ സുന്നതദോസിൽ അധ്യക്ഷം വഹിക്കുന്നത്. അതിനും ദൈവം വന്നു.
എന്തായാലും അന്നത്തെ സുന്നോദസ് വളരെ വളരെ വേഗത്തിൽ ഒരു 11:30-12 ആയപ്പോഴത്തേക്ക് 9:30-10 തുടങ്ങിയത് 2 മണിക്കൂറിനകം ഒരാളിനെ തിരഞ്ഞെടുത്തു, കാര്യം പൂർത്തീകരിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നമുക്കെല്ലാം അതറിയാം. അങ്ങനെയാണ് മാത്യൂസ് മാർ സേവ്യറിയസിന് ഇപ്പോഴത്തെ കാതലിക്ക ബാബാ തിരുമേനിയുടെ പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്നത്തെ സുന്നത സെക്രട്ടറി ബഹുമാനപ്പെട്ട അഭിമന്യ ES കൊറോസ് തിരുമേനിയായിരുന്നു. അങ്ങനെ അത് പിന്നീട് വാഴിക്കുന്ന കാര്യം, അതും ദൈവകൃപ കൊണ്ട് വാഴിക്കൽ എല്ലാവരും ചേർന്നു. ഞാൻ പ്രധാന കാർമ്മികനായിരുന്നു. അത് വലിയ വലിയ അനുഗ്രഹമാണ് എന്ന് മനസ്സിലാക്കി. തിരുമേനി, ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, തിരുമേനി തുടക്കം മുതലുള്ള എല്ലാ കാര്യങ്ങളും ഡേറ്റ് വൈസ് ആയിട്ട് കൃത്യ ഓർമ്മയോടെ പറഞ്ഞു. അത് അവസാനം അസോസിയേഷൻ കൂടിയ ദിവസം, സുന്നോദോസ് കൂടിയ ദിവസം വരെയും ദൈവത്തിൻ്റെ വലിയ കൃപയാണ് ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാനായിട്ട്. ആളുകളുടെ പേരും എല്ലാം, സിറ്റുവേഷൻസ് എല്ലാം തിരുമേനി ഓർത്തിരുന്നു. തിരുമേനി വളരെ നന്ദി, വളരെ സന്തോഷം തിരുമേനിയോടൊപ്പം ഇത്രയും സമയം ചെലവഴിക്കാൻ സാധിച്ചു.